Really incredible man. You are great. Thank you. Okay. Congrats. Congrats, man. All the best. All the best. At Thank this you. age, you do All the best. That's the main thing. Have a safe day. What's his name? Your name? Safdar Surur. Huh? Surur. Sapta Surur. Yeah. Hi. Il est incroyable, il vient. പക്ഷെ നമ്മളെങ്ങനെ വന്നറിയാം, അവിടെ ഒരു കട്ട കണ്ട, അവൾ ഇങ്ങനെ ക്രോസ് ചെയ്തു, ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ കയറി, ഇനി ഇവിടുന്ന് ഇങ്ങനെ കയറാം. ഇതൊക്കെ ഗായ്സ് നമ്മൾ പോകുന്ന വയ്യണ്ട, അവിടെ റോഡുള്ളത് അവിടുന്ന് ഇങ്ങനെ. സത്യം പറഞ്ഞാൽ ഇതെന്താ അറിയോ, വെള്ളച്ചാട്ടമാണ്, ഇതിങ്ങനെ ഒലിച്ചു പോകുന്ന സ്ഥലമാണ്. അപ്പോൾ വെള്ളം ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അങ്ങനെ അത്രയും റോഡ് കറങ്ങണേമായിട്ട് നല്ല ഇത്രയും ഇങ്ങനെയുള്ള കയറിയിട്ട് അങ്ങനെ പോകാൻ കയറാൻ പറ്റുകയാണെങ്കിൽ കയറാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കയറാൻ പറ്റാൻ നല്ല സുഖമാണ്. ഹലോ മിഗോസ് കൊമേസ്ഥാൻ. അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ലാമയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ ബാക്കിൽ കണ്ടോ അറിയില്ല, ഒരു മൊണാസ്ട്രി ഉണ്ട്. പക്ഷെ അത് നിൽക്കുന്ന ഒരു സ്ഥലം നോക്കണം ഗൈസ്. അതെന്താ ഒരു മലയുടെ മുകളിൽ ഇപ്പോൾ വ്യൂ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഇതിൽ നിൽക്കുകയാണ്. പക്ഷേ നല്ല രസമുണ്ട് കാണാൻ. നല്ല പ്രത്യേക ഷേപ്പിലുള്ള ഒരു ഇതിൻ്റെ മേലെ നിൽക്കുന്ന ഒരു മൊണാസ്ട്രി. പഴയ കാലത്തെ മൊണാസ്ട്രിയാണ്. ഇത്ര വർഷം പഴക്കമുള്ള ഒരു മൊണാസ്ട്രിയാണ് കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ലാമയൂരാണ്. ഇനി നമുക്ക് പോകാനുള്ളത് ശ്രീനഗറാണ് ലക്ഷ്യം വെച്ചാണ് നമ്മൾ പോകുന്നത്. ഇന്ന് എവിടെ വരെ എത്തും എന്ന് നമുക്കറിയില്ല ഗൈസ്. എന്തായാലും നോക്കി നോക്കാം എവിടെ വരെ എത്തും എന്നുള്ളത്. യെസ് ഗൈസ്, ഇതാണ് ലാമയൂരിലെ കാഴ്ചകൾ. ലാമയൂരിനെ അതുപോലെ ഇവിടെ മൂൺലാൻഡ് എന്ന് വിളിക്കപ്പെടും. എന്താ വെച്ചാൽ ചന്ദ്രനുള്ള സ്ഥലങ്ങളൊക്കെ പോലെ ഉള്ള മലകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ വന്നെന്ന് നല്ല രസമുള്ള, നമ്മൾ ഇന്നലെയാണ് ഇവിടെ വന്നത്, ഇന്ന് പോകുന്നു. നമ്മൾ ഇന്നലെ വന്നപ്പോൾ നല്ല രസമുള്ള കിടിലം മലകൾ കണ്ടിരുന്നു. പോകുന്ന വഴിക്കിലൊക്കെ ഇനി കാണാൻ പറ്റും, ഇപ്പോൾ കാണിച്ചു തരാം. അതുകൊണ്ട് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് മലകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് മൂൺലാൻഡ് എന്ന് വിളിക്കും. യെസ്, നമുക്കിനി പോകാനുള്ള സ്ഥലങ്ങളാണ് ബോർഡിൽ കാണുന്നത്. നമുക്ക് ഇതാണ് ബോധിക്കർബ്, മുൾബേക്ക്, നംകില്ല, കാർഗിൽ എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്ന് ജൂലൈ 26 ഇന്ന് കാർഗിൽ വാറിൻ്റെ എന്ത് പറയലേ, കാർഗിൽ വാർ നമ്മുടെ ഇന്ത്യൻ ആർമി വിജയിച്ച ദിവസമാണെന്ന്. 23 വർഷമായിട്ടായി കാർഗിൽ വാർ നടന്നിട്ട്. അങ്ങനെ എന്തോ ആണ്, കറക്റ്റ് എനിക്കറിയില്ല. ഇന്ന് ജൂലൈ 26 അതിൻ്റെ ദിവസമാണ്. പക്ഷെ നിങ്ങൾക്ക് വീഡിയോ എത്തുമ്പോൾ ചിലപ്പോൾ സെപ്റ്റംബറൊക്കെ ആവും, എനിക്കറിയില്ല, മേ ബി. യെസ്, നമ്മൾ നേരത്തെ കാണിച്ചു തന്നതിൻ്റെ മൊണാസ്ട്രിയുടെ ഏകദേശം അടുത്തെത്തി. ഇത് കണ്ട, അടുത്തെത്തിയപ്പോൾ ഒന്നുകൂടി നോക്കില്ലേ. ആക്ച്വലി ഈ മലേൻ്റെയൊക്കെ ഇടയിലൊക്കെയാണ് വീടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. മലയൊക്കെ അതുപോലെ അങ്ങനെ നിൽക്കുന്നുണ്ട്. സംഭവം ഈ മലയ്ക്ക് ഇങ്ങനെ ഒരു ഷേപ്പ്, പ്രത്യേക ഷേപ്പ് കണ്ട, ഒരു ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ ഒരു ഷേപ്പുകളുണ്ടല്ലോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഐസ് ഉരുകിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. മേ ബി ഐസ് ഉരുകുമ്പോൾ ആ ഉരുകുന്ന അങ്ങനെ ആ ഷേപ്പാണ് സംഭവം. എന്തായാലും കൊള്ളാം, അടിപൊളി സംഭവം തന്നെയാണ്. ഈ മല ഇടിഞ്ഞു കൊല്ലാണ്ടോ എന്നുള്ളൊരു പേടി പോലും ഇല്ല ഇവർക്ക്. അതിൻ്റെ ടോപ്പിലാണ് ആ മൊണാസ്ട്രി നിൽക്കുന്നത്. ഈ മല രസം എന്താ വെച്ചാൽ ഈ മലേൻ്റെ ഇടയിലൊക്കെ ആയിട്ടാണ് ഈ വീടുകളൊക്കെ നിൽക്കുന്നത്. വീടുകളാണോ എന്താണോ എന്ന് അറിയില്ല, വീടുകൾ തന്നെ ആയിരിക്കും മേ ബി നിൽക്കുന്നത്. എന്തായാലും കൊള്ളാം. ഇത് കണ്ട ഗൈസ്, നോക്കിയാണെങ്കിൽ ആ പാറൊക്കെ നോക്കിയാണ്, പാറിൻ്റെ ഉള്ളിൽ ഗുഹ പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. ഗുഹയാണോന്നറിയില്ല, ഒരു ഓട്ട ഇങ്ങനെ അവിടെ കണ്ട. അതുപോലെ അതിൻ്റെ അടിയിൽ വീടും കാര്യങ്ങളൊക്കെ. ഈ വീടൊക്കെ വീട്ടിലെ കാലതാമസം ഉണ്ടെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല, പക്ഷെ പറയാൻ പറ്റില്ല. മേ ബി ഇവിടെയും ആൾക്കാർ താമസിക്കുന്നുണ്ടാവും. വേണ്ട എൻ്റെ വിഷയം ഇല്ലേട്ടോ, ഈ വീട്ടിലെ ആളൊന്നുമില്ല. മേലുള്ള വീട്ടിലേക്ക് ചിലപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇതുണ്ടോ, ഇതിനൊക്കെ എത്രത്തോളം ബലം ഉണ്ടെന്ന് നമുക്കറിയില്ല. ഇത് കണ്ടിട്ട് മറ്റേ കൊപ്രല്ലേ, എണ്ണാട്ടിയ കൊപ്ര കിട്ടുമല്ലോ, ആ ഒരു ടൈപ്പ് ഓഫ് ഇതുപോലെ ഫീൽ ചെയ്യാം. അത് ആക്ച്വലി കൊപ്ര ഇങ്ങനെ നമ്മൾ തൊട്ടത്തിൽ ഇങ്ങനെ പൊടിയില്ല, അതേപോലെയൊക്കെ തോന്നണേ ഈ ഇത് കണ്ടിട്ട്. ഇങ്ങനെ തൊട്ടാൽ പൊടിയുന്ന ടൈപ്പ് ഓഫ് മണ്ണാണ് തോന്നുന്നു മല. പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ, കണ്ടിട്ട് അങ്ങനെയാണ് ഫീൽ ചെയ്യണത്. എൻ്റെ എന്താ മാഷയാണ് മേലെ കാണുന്നത്.
പിന്നെ ഇവിടെ എന്തോ ഒരു കവാടം ഉണ്ടാക്കുന്നുണ്ട് പുതിയതായിട്ട്. ഈ മൊണാസ്ട്രിക്കുള്ള ഒരു കവാടായിരിക്കാം. ഇത് കണ്ട ഈ മലേൻ്റെ ഒക്കെ ഒരു ഷേപ്പ് നോക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ മൂൺലാൻഡ് എന്ന് വിളിക്കാൻ കാരണം. ആൻഡ് അവിടെ കാണുന്ന ഒരു കറക്റ്റ് ഒരു വാതിലിൻ്റെ ഷേപ്പ് ഉണ്ട്, കാണുന്നുണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് കാണുന്നുണ്ടോ അറിയില്ല. അങ്ങോട്ടൊരു വയം കാണുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ പോയാൽ എന്താണെന്ന് അറിയില്ല ഗൈസ്. പക്ഷേ പോയോക്കേനൊന്ന്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് അങ്ങനെ സംഭവങ്ങൾ കാണുന്നത്. നമ്മൾ കുറച്ചുകൂടി ടോപ്പൊക്കെ എത്തി. ഇത് കൂടെ ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതിന് റോട്ടിൽ കൂടെ പോകുന്നതിനേക്കാൾ എളുപ്പം ഇങ്ങനെ ഇതിൽ കൂടെ അങ്ങനെ കയറി വരുന്നതാണ്. അപ്പോൾ അങ്ങനെ കയറി വന്നപ്പോൾ കണ്ടതാണ് ഇവിടെ. അത് കണ്ട അവിടെ ഒരു ഗുഹ പോലത്തെ സെറ്റപ്പ് ഉണ്ട്. പക്ഷെ എന്താണെന്ന് കറക്റ്റ് അറിയില്ല. നമുക്കിനി മുകളിലോട്ട് നടക്കാം. ഇത് കണ്ട കഴിച്ച് നമ്മൾ നടന്ന് ചന്ദ്രനിലെത്തി. നമ്മൾ ഇതേ സ്ഥലം ആദ്യം കണ്ടത് നാക്കോലായിരുന്നു. നാക്കോല എന്ന് തോന്നുന്നു. അതുപോലത്തെ സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇതിനെ മൂൺലാൻഡ് എന്ന് വിളിക്കാൻ കാരണം. ഇത് കണ്ടോ, ഫുൾ ചന്ദ്രനിലെന്ന പോലെ ഉള്ള സ്ഥലങ്ങൾ. അവിടെയൊക്കെ ഉണ്ടോ വഴി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഇങ്ങോട്ടെന്നാവോ. ആൻഡ് ഇവിടെ ആർമി ഏരിയ ആണ്. ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഹെലികോപ്റ്റർ ഇങ്ങനെ പോകും അടുത്തു കൂടെ. വേണ്ട ഇവിടുത്തെ കാലാവസ്ഥ പറയുകയാണെങ്കിൽ പെരും വെയിലാണ്. കാറ്റടിച്ചാൽ നല്ല കിടിലൻ തണുപ്പും കിട്ടും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ജാക്കറ്റ് ഇടേണ്ടതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇട്ട സ്ഥിതിക്ക് ഊരാൻ മടി. അതുകൊണ്ടാണ് മേത്തെടുന്നോട്ടെ വെച്ചിട്ടാണ്. പിന്നെ പറഞ്ഞത് ഹാഫ് കൈ ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടാൻ നല്ലോണം അടിക്കും. 50 രൂപയില്ല. ഓ എൻ്റെ മോനെ വിഷയ സ്ഥലം കേട്ടോ. പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ നടന്നു പോകാൻ ഭയങ്കര രസമാണ്. You are traveling. Currently 47 days. 47 days. Over. You are walking. From where did you come? Where start did you from started? Chitkul, You started Kaza. from? Chitkul, Kaza. So you started from Kerala? No. Start from Chitkul, Kaza. Chitkul. Kaza. Where know? it is? Kaza, Tabonako. Himachal side. Himachal. Started from Himachal. 1500 kilometer total. So many kilometers Guys, since हाँ, last correct. how many days? Huh? For How 47 many days. days? कितना दिन हो गया? 47 days. 47 days he Around is 50 walking. days. Seeing his friend. And heading towards Srinagar. എല്ലാവരും സൈക്കിളായിട്ട് Hi. कहाँ से? Hello. कहाँ से? We are from Pune. Pune. All are Okay, great. all are. All are group from And Pune. all Okay. mad come together. സായിപ്പനും കിട്ടിയിരിക്കണേ. ഓയ് ബൈ. We are from Netherlands. Yeah. From where? Say. Yeah, that's perfect one. Pune के लोग बाहर से, ये हमारे प्रदेश से. Okay. What is your handle? Huh? Instagram handle? Safta. Door Victor. काय नाही भेटते. Walk करते ते त्यांना. Your name? Safdar Surur. Huh? Surur. Sapta Surur. Yeah. Alors, He goes to Netherlands. Softer Soro. Hi. Il est super, il est incroyable. Il vient du Kerala, ça fait 47 jours qu'il marche. Where are you from? You can tell your expedition what you are doing now. Oh, You can just have in. I'm just trekking Manali to Srinagar, 1500 kilometer. My route map is my bag. Incredible. Okay, my English is not good. You're very impressive. Thank you so much. Thank you. Okay. They're just walking all over the world. It's really incredible, man. You are great. Thank you. Okay. Congrats. All the best. Congrats, All man. the best. All the best. At Thank this you, sir. age, you do all the best. That's the main Thank you. thing. Have a safe day. How old are you? Huh? How old are you? 18. 18. Yeah. Oh, great. What about school now? Yeah? School. School, degree distance. Okay. Great. What is your name? Thibaut. Thibaut. He's from France. And His Valérie. wife. Valérie. Yeah, and they are traveling from Srinagar to Manali on cycle. Great. Nice. How many days? I'm taking this 1 month. taking 1 this month. video for my wife actually. Ah, she also does Maybe cycling. if we are hopefully we can cross Kardungla. Oh, okay. My wife is also doing cycling, but okay. yeah, due to some reason What is the name of your wife? Smita. Smita.
Yeah. Thank you. You are also great, man. Of course, Yeah. really great. In Really different country and staying in the different hotels and having luggage on the cycle is great. But Indian people are very impressive. Yeah. Thank you. Thank you. Yeah. Chalo. Chalo. Bye. All the best. Salam hai tere ko yaar. Thank you. Great. Chalo. All the best. All the best. Thank you. Take care. Okay, bye. Bye. तेरा इंस्टा का हैंडल बोल. Okay. So, How your family allow you for this? Mom and dad. Really great. Hats off to you. my dad said, അയ്യോ എങ്ങനെ ഇപ്പം ഇംഗ്ലീഷ് പറയാ No. Hindi. ഹിന്ദി തോടാ थोड़ा आता है वैसे बोलो. रुको. From which area? I will show this to my daughter actually. Which area? From Kerala. കേരള മലപ്പുറം Malappuram. മലപ്പുറം This guy is traveling by walk towards Srinagar. And he's just a 18-year-old. And just tell me how your parents allow you for this expedition. ഇംഗ്ലീഷ് വെരി വെൽ ആൻഡ് ഹിന്ദി ടു Okay. ഞാൻ മലയാളത്തിൽ പറയാം ഉമ്മ ഇപ്പം പറഞ്ഞു നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ പോയിക്കോ എന്ന് പറഞ്ഞു You can speak in Kerala. Eh? I will translate. ഓക്കെ I will follow you. ഓക്കെ താങ്ക് യു Chalo. Thank you. Bye. My English is not good. So that's Thank you. okay. And be careful. Okay. Take care of health as well. Yeah. Okay? If you want Yeah, water no. or anything, We have. If you want, we have. you can Ah. have some bananas and all. Okay. You can have. There. Come. Okay. താങ്ക് യു സോ മച്ച്. അവരെ വണ്ടിയിൽ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ബനാനയും ഒക്കെ ഉണ്ട് കാരണം ഇക്കാണി പണ്ട് ആരും ഇംഗ്ലീഷ് പറയാനും കിട്ടുന്നില്ല ഇംഗ്ലീഷ് അറിയില്ല ഉള്ളത് എന്തൊക്കെയോ ഒപ്പിച്ച് വെച്ച് പറഞ്ഞു ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഒക്കെ കൂട്ടിയിട്ട് അയ്യോ ഇതെന്നാലും പൊളിച്ചിട്ടാ എന്തായാലും എല്ലാവരും വരെ വണ്ടിയാണിത് നമുക്ക് ഒരു ലോഡ് പായൊക്കെ തന്നിക്കണേ വേണ്ട ഇവർ സംഭവം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ടൂർ പാക്കേജ് എടുത്ത് വന്ന കാര്യം അപ്പോൾ ഇവരിങ്ങനെ സൈക്കിളോട്ടി നടക്കും ബാക്കിൽ ഇതേപോലെ വണ്ടിയും കാര്യങ്ങളും ഉണ്ടാവും ഒരു സ്ഥലത്ത് നിന്ന് ഒരു പോയിൻ്റ് സൈക്കിളോട്ടി തുടങ്ങും പിന്നെ എങ്ങനെയാണ് പോകും ഉള്ള ആൾക്കാരായി പോകും താങ്ക് യു Seriously, पूरा पैसा है भाई. चलो. बाय बाय पानी है. पानी ज्यादा तो वेट ज्यादा है. हाँ yes. Okay. ബൈ Take care. താങ്ക് യു പൈസ ഒക്കെ എന്തായാലും ബുദ്ധിമുട്ടുണ്ടാന്നൊക്കെ ചോദിക്കട്ടെ. ചോദിക്കാതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു കുഴപ്പമില്ല. 4 പഴം തന്നെ കിട്ടിങ്ങനെ ഇവിടുന്ന്. വെള്ളമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഓവറായാലും വെള്ളം ബുദ്ധിമുട്ടാണ്. നമുക്ക് വെയിറ്റ് കൂടും. കാസേ श्रीनगर. ഓക്കെ श्रीनगर से हम. ഓക്കെ ബൈ എന്താണ് വിഷയമായിട്ടാ അമ്പത് ഓരോ സൈക്കിൾ ഇങ്ങനെ പോകണ്ടേ ഞാൻ ചോദിച്ചാൽ അത് നിർത്തലുണ്ടാവില്ല എന്ന് വിചാരിച്ചു ഞാനിങ്ങനെ പാട്ടൊക്കെ കേട്ട് അവരാരും ഇങ്ങനെ പോയി അപ്പോൾ കുറച്ച് ആൾക്കാരെ നാട്ടിൽ നിർത്തിയാണ്ട് ചോദിച്ചു കൊടുക്കുക പോകണ്ടേ എങ്ങനെ പോകണ്ടെന്ന് ചോദിച്ചു എന്താണ് ഒരു ഫ്രാൻസ് അതുപോലെ നിർത്തിയാ ഒരു മേലേക്ക് പോയത് അങ്ങനെ വേണ്ടിയാ താഴത്തേക്ക് പോയത് ഒരു ഫ്രാൻസുകാരുണ്ടേ അവർ ചോദിച്ചു ഗായ്സ് അങ്ങോട്ട് നോക്കൂ ഈ മല നമ്മൾ കയറാനുള്ളതാണ് ദിസ് ഈസ് പാസ് ഫോർട്ടൂല പാസ് ഫോർട്ടൂല എന്ന് പറയുള്ളൂ ലാ മീൻസ് പാസ് എന്നാണ് അർത്ഥം അപ്പോൾ ഈ പാസ് നമുക്ക് കയറാനുള്ളതാണ് ആൻഡ് ഇന്ന് എത്ര കിലോമീറ്റർ നടന്നു എന്ന് എനിക്കറിയില്ല പക്ഷെ നല്ലോണം നടന്ന് നമുക്ക് ആ ഒരു പ്രശ്നം പറ്റിയല്ലോ എന്ത് മറ്റേ ഫുഡ് പോയ്സൺ അടിച്ചല്ലോ അതിൻ്റെ ശേഷം അത്യാവശ്യം ഇന്നാണ് ഇപ്പോൾ നല്ല രീതിക്കൊന്ന് നടക്കുന്നത് അപ്പോൾ ഈ പാസ് കയറി ദാറ്റ് ആ കാണുന്ന ടോപ്പിലോട്ട് നമ്മൾ എത്തണം യെസ് ലെറ്റ്സ് ഗോ കാറ്റുണ്ടായതുകൊണ്ട് കേൾക്കുന്നുണ്ടെന്നാവോ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന നോക്കിയാണ് സംബന്ധം വെച്ചാൽ ആ റോട്ടിൽ കൂടെ അങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങ് മേൽക്കോണം ഞാൻ അതിലാണ് ഇങ്ങോട്ട് ചാടി മേൽക്കോണം നടക്കുക ഇങ്ങനെ എടുക്കുമ്പോൾ തരും കുറച്ചുകൂടി ഒരു രസമാണ് പക്ഷേ റോട്ട് മുകളിൽ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരേ ലെവലിൽ നടക്കില്ല ഇത് കുണ്ടും കുഴിയൊക്കെ ആയിട്ട് ട്രക്കിങ് ഐ തിങ്ക് നമ്മൾ കയറുന്നത് ഇപ്പോൾ ഫോർട്ടൂല പാസ്സാണ് ഫോർട്ടൂല എന്ന് പറഞ്ഞ പാസ്സാണ് എന്ന് തോന്നുന്നു
പക്ഷെ നമ്മളെങ്ങനെ വന്നറിയാം, അവിടെ ഒരു കട്ട കണ്ട, അവിടെ ഇങ്ങനെ ക്രോസ് ചെയ്തു, ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ കയറി, ഇനി ഇവിടുന്ന് ഇങ്ങനെ കയറാം. ഇതൊക്കെ ഇങ്ങനെ വളഞ്ഞു പോണ വയ്യളാ. അങ്ങനെ കയറുമ്പോൾ തരാം കുറച്ച് കയറാനൊരു രസമാണ്, നടക്കാനൊരു രസമാണ്. പാട്ടും കൂടി കേൾക്കുമ്പോൾ ഒരു അഡ്വഞ്ചറുമായി. ചെറിയൊരു അഡ്വഞ്ചറൊക്കെ വേണ്ടേ? എന്നെ പറ്റിക്കഴിഞ്ഞാൽ അഡ്വഞ്ചറൊക്കെ തീർന്നിട്ടാ. നമുക്ക് ഇതിവിടെ വരാം. ശരിക്കും പറഞ്ഞാൽ വെള്ളം വരുന്ന അങ്ങനെ ഏരിയയാണ്. ഇപ്പോൾ വെള്ളമൊന്നുമില്ല, ഫുൾ തീർന്നു പോകണം, വെള്ളമൊക്കെ ഉരുക്കി തീർന്നു. അപ്പോൾ ആ വഴിക്കൂടെ നമുക്ക് സുഖമായിട്ട് നടക്കാം. ആ വണ്ടി കയറണില്ല. ഓക്കെ, അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. ഇത് വേണ്ട, നമ്മളവിടെ നിന്ന് വന്നാണ് ഇപ്പോൾ ഇവിടെ എത്തി. സിമ്പിളാണിത്. പക്ഷെ ഇത് മുൾച്ചെടിയാണ്, ഇത് കടന്നിട്ട് പോകണം. ഓ അയ്യോ, വേണ്ടാ. ശ്രീനഗർക്ക് 30 കിലോമീറ്റർ, അല്ല സോറി 300 കിലോമീറ്റർ. അയ്യാ, ഓ ഇത് കയറി കഴിഞ്ഞു. ഞാൻ അടുത്തത് ഇത് കുറച്ച് വലുതാണ്, അത്യാവശ്യം വലിയതാ. കുറച്ചിടങ്ങാറ കയറി വെക്കാം, പറ്റുമെന്നാവോ? അവിടെ എത്തിയിട്ട് കാണട്ടോ ഗായ്സ്. നമ്മളിപ്പോൾ നിൽക്കണ സ്ഥലം കണ്ട മോനെ നെട്ടും. ഞാൻ നെട്ടിക്കണു. എടാ, ഇങ്ങനൊരു എന്താ പറയുക, ഇങ്ങനെ ദിവസം ഞാൻ സ്വപ്നം കണ്ടെന്നല്ലാതെ ഇതൊന്നും ഇങ്ങനെ നടക്കുന്ന വിചാരിച്ചിട്ട് ഞാൻ കാണിച്ചരാ. ഞാൻ ഇപ്പോൾ നിൽക്കണേണ്ട പുല്ലൊക്കെ ഉള്ള സ്ഥലത്ത് ബിസ്ക്കറ്റൊക്കെ തിന്നിട്ട്. ആൻഡ് ഇവിടെ 105 ഇഞ്ചിൻ്റെ TV പോലത്തെ ഒരു വലിയൊരു സ്ക്രീന്. അതിലിങ്ങനെ അവിടെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്, ഇടയ്ക്ക് ലോറി ഇങ്ങനെ കയറി വരും. അങ്ങനെ കുറേ മലയും കുന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഇതിങ്ങനെ ഒരു വലിയൊരു സ്ക്രീൻ പോലെ തോന്നുക. ഞാനൊരു വെർച്വൽ വേൾഡിൽ നിൽക്കണ പോലെ. ഒരു ചെറിയ വണ്ടികൾ ഇങ്ങനെ ചെറിയ വണ്ടികൾ വെച്ചാൽ മീൻസ് അത്രയും താഴ്ച ഉണ്ടായതുകൊണ്ട് ചെറിയ വണ്ടികൾ പോണ പോലെ തോന്നുള്ളൂ. ഇങ്ങനെ TV-യിലൊക്കെ ഇങ്ങനെ എന്തോ കണ്ടിരിക്കണ പോലെ ബിസ്ക്കറ്റൊക്കെ തിന്നിട്ട് ഇങ്ങനെ കണ്ടിരിക്കണേ. എടാ അയ്യോ, നമ്മളിങ്ങനെ നേരെ കയറി വന്നതാ. ഇനി നേരെ മേലേക്ക് അങ്ങോട്ട് കയറി പോകാനുള്ളതാ. കുറച്ച് ഇവിടെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഓ മാൻ ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടറിയില്ല. 1 2 3 4 5 ഹെലികോപ്റ്റർ അടുപ്പിച്ച് പോകണതാ. നമ്മളിപ്പോൾ എത്തിക്കണോ ഇവിടെ നോക്കി. അവിടുന്ന് കയറിയതാ. നമ്മൾ ഏകദേശം ടോപ്പിലെത്താനായി. കണ്ടാ, ആ കാണുന്ന കല്ലിൻ്റെ കൂടെ കയറാമെന്നാണ് വിചാരിക്കണത്. പറ്റുമോ അറിയില്ല, കയറി കേട്ടെ. ഓക്കെ ഗൈസ്, നോക്കൂ, ഫൈനലി എത്തി. റോഡ് ഇതാ. ഹായ്. ഈ പ്രശ്നം എന്താ വെച്ചാൽ ഇർഷാനൊക്കെ കാണണം. മൂപ്പരേ റോട്ടുമൂടെ വരുന്നത് കയറിയോടെ അവിടെ വണ്ടിക്കാരാണ്ട പോരാറിന് വണ്ടി പോരായിരുന്നു എന്നോട്. ഞാൻ പറഞ്ഞു പൈതൽസയാ നോ താങ്ക്സ് പറഞ്ഞ. അയ്യോ, ഈ പ്രശ്നം എന്ന് വെച്ചാലേ മൂപ്പർ ഇവിടെ എത്തിക്കണമെന്നൊരു കൊടുത്തില്ല. വേറെ പ്രശ്നം എന്ന് വെച്ചാൽ റേഞ്ചും ഇല്ല. ഇനി പിന്നെ അവിടെ കാത്തിക്കാണോ, അങ്ങനെ ചെറിയൊരു വിഷയമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ വരണ്ട അവിടെ ഇതിൽ കൂടെ വരുന്ന നിർത്തിക്കാണ്ട് ചോദിച്ചാൽ മതി. യശവല്ല റൂട്ടുമേ എന്നെപ്പോലുള്ള ഒരാൾ കണ്ടുകണ ചോദിച്ചാൽ മതി. കണ്ടിട്ടില്ലെങ്കിൽ മേലക്കെത്തി ഉണ്ടാവും. മേലക്കത്തെ ചാൻസ് വളരെ കുറവാണ്. കണ്ടുകണമെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അടച്ചോനെ ആകെ കുടുങ്ങിയാറല്ലേ ടൊപ്പുള്ള ചെങ്ങ കാണില്ല. പ്രശ്നം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒന്ന് മോളെത്തിരി വന്നു, മോൾക്ക് എത്തിരി വന്നു. ഇതിൽ കൂടെ വരാൻ തോന്നുന്നേ. പക്ഷേ എന്നിട്ട് ഞാൻ ഇതിൽ കൂടെ ഇങ്ങനെ പോണ ഒരു വാനുണ്ട്. അപ്പോൾ വാന് കണ്ടപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു എവിടേക്കാണ് പോണത്, നടന്നിട്ടാണ് പോകണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു ഉപകാരം ചെയ്യൂ, എന്നെപ്പോലെ
അവിടെ ബാഗ് വിട്ടിക്കാണ്ട് ഒരാൾ നടന്ന് വരുന്നുണ്ടാവും. അപ്പോൾ ഓരോട് പറയാം ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഞാനിങ്ങനെ ഷോർട്ട് കട്ട് വഴി വന്നത്, ഓരിങ്ങനെ റോഡ് വന്ന് പഠിച്ചോലെ ഇംഗ്ലീഷും ഹിന്ദി മലയാളം എല്ലപാടി കൂട്ടിയിട്ട് എങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഓക്കെ അറിയാം, അപ്പോൾ പ്രശ്നമില്ല. മേളിലെത്തിയിട്ട് ഞാൻ ഉറപ്പായിരിക്കും, ഉറപ്പാണ്. കാരണം മേളിലെത്തിക്കണ ഇന്നെപ്പോലെ ഒരാൾ കണ്ടിക്കണമെന്ന് ചിലപ്പോൾ പറയണ്ടാവുമല്ലോ. എല്ലാത്തൊരു കഥയായി. ഇവിടെ നെറ്റ് റേഞ്ച് എത്തണം സംഭവം ഞാനാണിത് കാട്ടിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ കുറച്ച് ഡേഞ്ചറൊന്നല്ല, നല്ല റൂട്ടാണ്. പക്ഷേ മൂപ്പർക്ക് അങ്ങനെ കയറാൻ കഴിയില്ല. മൂപ്പര് വേഗം കുറച്ചുകൂടി കനുണ്ട്. ഇതിൻ്റെ അത്ര കനയ്യ, അത്ര കനയ്യ വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കനുണ്ട്. അങ്ങനെ അപ്പം ഞാനിങ്ങനെ അറ്റെന്ത് പറയുക ചോരത്തളപ്പ് എന്ന് പറഞ്ഞ പോലെ ആ മല ഇങ്ങനെ നേരെ കയറി വന്നു. മൂപ്പര് റോട്ടുമുക്കൂടെ തന്നെ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഡേഞ്ചറാണ്. കാരണം ആൾക്ക് എന്താ പറ്റിയിട്ടുണ്ടാവോ, ഇനിയിപ്പോൾ കാത്തിക്കണ, ഇനി മുമ്പോട്ട് പോകണോ, ഓ മുമ്പൊക്കെ എത്തുക, അല്ലെങ്കിൽ ഞാൻ ബാക്കൊക്കെ പോവോ, അങ്ങനെ എല്ലാ ഡൗട്ടും ഉണ്ടാവുമല്ലോ. മനസ്സിലായി മേലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. നമുക്ക് മേലെ ഒരു കല്ല് കിട്ടിയതിന് ശേഷം അവിടെ കുറച്ച് നേരം കാത്തിരിക്കുക, അതാ നടക്കൂല. അയ്യോ എൻ്റെ മോനെ ഫോർച്യൂല, ഇനി 1 കിലോമീറ്റർ കൂടി കയറിയ ഫോർച്യൂല നമ്മൾ പാസ് നമ്മൾ കീഴടക്കി. ഈ പാസ് 12,000 സംതിങ്, ഇപ്പോൾ ഒന്ന് ടോപ്പിലെത്തിയോണ്ട് 13 സംതിങ് ഫീറ്റ് ഉയരത്തിലാണ് ഇപ്പോൾ നിൽക്കണത്. ആ ഉയരത്തിൽ കൂടെയാണ് നമ്മൾ മല വഴി ഇങ്ങനെ കയറി വന്നത്. പക്ഷെ ഇപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ മൂപ്പരെ കണ്ടിട്ടില്ല. ഇത്രയും ഇങ്ങനെ റോഡ് കാണുമ്പോൾ ആയിക്കൂടെ നടക്കുന്നത് കണ്ടാണ്. അത് ഞാൻ പിന്നെ ഇങ്ങനെ മേൽക്ക് നടക്കണത്. കാരണം മേൽക്ക് നടക്കുമ്പോൾ അടി കൂടെ നോക്കുമ്പോൾ ആൾ നടക്കണത് കാണില്ലോ, കാണുക പണ്ട്. പിന്നെ കാലത്ത് ഇവിടെ നിൽക്കണ്ടോ അതും അറിയില്ല. വല്ലാത്ത ഇടങ്ങാറ്. ഇപ്പോൾ ഇവിടുന്ന് വരുന്ന ഒരു വണ്ടിക്കാരോട് ചോദിച്ചു നോക്കിയിട്ടേ പറയാം. അടച്ചവനെ മൂപ്പര് മേലേക്ക് എത്തിക്കണേ. അല്ലാ ടെൻഷൻ അടിച്ച് പണ്ടാറോ എവിടെയും നമുക്ക് അറിയില്ല. സംഭവം എൻ്റെ എന്താ മിസ്റ്റേക്ക്, ഞാനുള്ള കൊണ്ടും പോയി കൂടെ ഒക്കെ വന്നത്. റോഡും വരുമ്പോൾ ഒരു സുഖം കിട്ടണില്ല. അങ്ങനെ ഒറ്റ നടത്തല്ലേ, മറ്റൊരു കാറ്റർക്കൊക്കെ ആകുമ്പോൾ രസമാണെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ വന്നത്. മൂപ്പരിനാട്ടി മുമ്പ് എത്തിക്കണേ. അവിടെ ഉണ്ട്, നമ്മൾ ടോപ്പ് എത്തിക്കണം, അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഫോർച്യൂല ടോപ്പിൽ നമ്മൾ എത്തിയേക്കാണ്. ഇതണ്ട ആൾട്ടിറ്റ്യൂഡ് 13,450. നമ്മൾ കയറുമ്പോൾ 12,000. സത്യം പറയാണ്ടല്ലോ, ഞാൻ ഇതിൻ്റെ സ്റ്റാമിന ഞാൻ അത്ഭുതപ്പെട്ടാണ്. ഈ 13,400 ഫീറ്റ് എന്ന് പറയുമ്പോൾ 12,000 അടി കയറുമ്പോൾ 60% ഓക്സിജൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 50-60% ഓക്സിജൻ ഉണ്ടാവുള്ളൂ. ആ ഓക്സിജനിൽ നമ്മൾ കുത്തനുള്ള മല ഇങ്ങനെ കയറിയതാണ്. എൻ്റെ പണി എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ലേ. ആൾട്ടിറ്റ്യൂഡ് ഉണ്ടാ എന്തായാലും പൊളിച്ച് വിറ്റതില്ല. മൂപ്പര് ഇവിടെ നിന്നിട്ട് ഞാൻ അങ്ങനെ നടന്നു വരുന്നുണ്ടാന്ന് ഇങ്ങനെ പോണ വണ്ടിക്കോട്ട് ഇങ്ങനെ ചോദിച്ചാണ്. ഞാനിവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെ ചോദിച്ചാണ്. ഐ ലവ് യു. എന്തായാലും നമ്മൾ മേൽക്കെത്തി. സമയം 2:30 കഴിഞ്ഞു. ഓ പൊളിച്ച്. വേറെ കാര്യം വെച്ചാലേ ഇവിടുത്തെ ആൾക്കാർ മൊത്തം വണ്ടി വന്നിട്ട് ഇവിടെ വലിയ ഫോട്ടോ എടുക്കലും തിമിർക്കലൊക്കെയാണ്. നമ്മളിവിടെ നാട്ടിൽ നിന്ന് വന്നതാ. അയ്യോ നമ്മള് ഫോർച്യൂണർ ടോപ്പ് പോവാണ്. ഫോർച്യൂണർ ടോപ്പ് പറയണത് ലേ ശ്രീനഗർ റൂട്ടില് ലേ ശ്രീനഗർ റൂട്ടിലെ ഏറ്റവും ഹയസ്റ്റ് പാസ്സാണ് ഫോർച്യൂണർ പാസ്. അങ്ങനെ നമ്മൾ കീഴടക്കിയത്. ഭയങ്കര കാറ്റ്. ആൻഡ് ഏകദേശം 16 കിലോമീറ്ററോളം നമ്മൾ കവർ ചെയ്ത് നടന്ന് കവർ ചെയ്തത്. അതും 13,500 ഫീറ്റ് ഉയരത്തിൽ അത്രയും ആൾട്ടിറ്റ്യൂഡിൽ ആണ് നമ്മൾ നടന്ന് കയറിയത്. ഭയങ്കര കാറ്റാണ് ഇവിടെ, ഭയങ്കര കാറ്റാണ്. വേണ്ടാ കാറ്റെന്ന് പറഞ്ഞാൽ അമ്മാതിരി കാറ്റ്. ഗായ്സ് നമ്മൾ പോകുന്ന വയ്യണ്ട, അവിടെ റോഡുള്ളത്. അവിടെ നിന്ന് ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇതെന്താ അറിയോ, വെള്ളച്ചാട്ടം ഇതിങ്ങനെ ഒലിച്ചു പോകുന്ന സ്ഥലമാണ്. ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അങ്ങനെ അത്രയും റോഡ് കറങ്ങണേമായിട്ട് നല്ല ഇത്രയും ഇങ്ങനെയാണ് കയറിയിട്ട് അങ്ങനെ കയറാൻ പറ്റുകയാണെങ്കിൽ കയറാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കയറാൻ പറ്റാൻ നല്ല സുഖമാണ്. ഓ ഈ വീഡിയോ കുറേ ലെങ്ത് ആയി ഉണ്ടാവും. ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തായിരുന്നു ആലോചിച്ചാണ് ഗൈസ്. അടിയിലെത്തിരി വൈൻഡപ്പ് ചെയ്ത് കയറും. ഓക്കെ ഗൈസ്, ഈ കാണുന്ന മല ഇറങ്ങി വന്ന് കണ്ട നേരെ ഇങ്ങോട്ട് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് അങ്ങനെ പോയാൽ റോട്ടുമൊക്കെ എത്തും പ്രതീക്ഷിക്കുന്നു. എൻ്റെ മോനെ വിഷയ റൂട്ടിട്ടാ ഇന്നാണ് കൂടുതൽ നമ്മൾ ട്രക്ക് ചെയ്തത്. എൻ്റെ മോനെ വിഷയം നല്ല ലെങ്ത്തായി ഉണ്ടാവും. എനിക്കിപ്പോൾ ഇത് നിർത്താൻ ആഗ്രഹമില്ല, എന്നാലും ഇത് കുറേ ആയാൽ നല്ല ബോറടിക്കും നിങ്ങൾക്ക്. ഇത് കണ്ട
ഏതോ ഒരു വണ്ടി എങ്ങനെ അത് ഇവിടെ എത്തി, ഞാൻ ഏതോ കൊണ്ടുപോയിട്ടത് ഇനി മലിൻ്റെ മുകളിൽ നിന്ന് വീണാന്ന് അറിയില്ല. ഏതോ വണ്ടീൻ്റെ മേലെ ഞാൻ കയറിക്കാണ്. ഏതോ വണ്ടി ഏതാണെന്ന് തിരിച്ചറിഞ്ഞില്ല. അയ്യോ അയ്യോ, ഇതേതോ വണ്ടി ഒന്നും അറിയണേ ഗൈസ്. കുറേ മുമ്പ് ഉള്ളതാണ്. എപ്പോൾ ഇതാരും കൊണ്ടുപോയിട്ടായാലും ഷിഫ്റ്റാണോ ഉണ്ടോ മനസ്സിലാവില്ല വണ്ടി ഏതാന്ന്. ആകെ പേടിയെന്താ വെച്ചാൽ വല്ല സ്നോലിപ്പാടറ്റ് വരുമെന്നാണ്. ഇതുണ്ടായി റൂട്ട് കണ്ട, നമ്മൾ പോണ റൂട്ടുണ്ട. എൻ്റെ മോനെ ഇന്ന് നല്ലൊരു അഡ്വഞ്ചർ തന്നെ എടുത്തത് നമ്മൾ. ഓ മേൻ, ഇത് റോട്ട് നമുക്ക് എത്തുമോ അതും അറിയില്ല. അങ്ങനെ ഒന്നും അറിയാതാണ് പോണത്. മുന്നോട്ടുള്ള വഴി എങ്ങനെയാണോ എന്തൊക്കെയാണോ ആരൊക്കെ കാണുമെന്നോ ഒന്നും അറിയില്ല. ചിലപ്പോൾ സ്നോലിപ്പാടിനെ കണ്ടുകൂടായില്ല. ചിലപ്പോൾ ഏത് റെഡ് ഫോക്സോ ഹിമാലയൻ ഐബക്സോ അങ്ങനെ എന്തെങ്കിലും കണ്ടുകൂടായില്ല. കാരണം അത്രക്കും ആൾക്കാർ ഇവിടെ ആരും വരില്ലല്ലോ. അങ്ങനെ തെരുവ് കൂടെയാണ് ഞാൻ പോണത്. എന്തായാലും കൊള്ളാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡാമോ അങ്ങനെ തുറന്നെന്നുള്ള കിട്ടിക്കൊണ്ട് ചിലപ്പോൾ ഇതിൽ കൂടെ വെള്ളം പാനായിട്ട് വരും. നമ്മളെ ഒന്നും നോക്കാതെ അങ്ങനെ പോവാണ് ഒരു ആല്. എനിക്ക് ആകെ പേടി എന്താ വെച്ചാലേ, ഞാൻ ഈ ആൾ മനസ്സിലില്ലാത്ത റൂട്ട് കൂടെ പോണത്. പ്രശ്നം എന്താ വെച്ചാൽ മേലെ 5-6 ഹെലികോപ്റ്റർ പറന്ന് പോകുന്നുണ്ട്. കുറേ നേരമായി ഓരോ സ്ഥലം ഇങ്ങനെ സെർച്ച് ചെയ്യണം, അതിൽ ഓട്ടി പഠിക്കുക എന്താ സംഭവം എന്താണെന്നറിയില്ല. അവർക്ക് പേടി എന്താ വെച്ചാൽ നമ്മളെത്തിന് ഇങ്ങനെ ആൾ മനസ്സിലാത്ത റൂട്ട് കൂടെ ഞാൻ ഒറ്റക്ക് പോകണത്. 30 റോട്ടിൽ കൂടെ അങ്ങനെ പോകണേ എൻ്റെ ഒപ്പമുള്ളവരെ. അപ്പോൾ അത് വെച്ചാൽ പാകിസ്ഥാൻ തീവ്രവാദി പറഞ്ഞാണ് വെടിവെച്ചാലോ, എനിക്കത് പേടിയാ വിട്ടത്. പറയാൻ പറ്റില്ല, എൽ പി അങ്ങനെ വെടിവെച്ചാലോ. അയ്യോ, അതാണ് ആ പേടിയുള്ളത്. വേറെ പ്രശ്നമൊന്നുമില്ല. സ്നോലിപ്പാടിനും പേടില്ല. അവർക്ക് ആകാശത്ത് ഒരാളൊന്നും ഒറ്റയ്ക്ക് നടക്കുന്ന സംഭവം. ഏത് എൻ്റെ പാകിസ്ഥാൻ്റെ ഏത് ആളും അതിന് വരികയാണ് വെച്ചിട്ട് ഒറ്റ വെടിവെച്ചാൽ മതില്ലോ, ജീവൻ തീർന്നു. പല പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല. കാരണം ആൾ മനസ്സിലാത്ത റൂട്ടിൽ കൂടെ വേറെ പിരാന്തായിക്കാണ് ഞാൻ അങ്ങനെ നടക്കില്ലേ. അയ്യോ, അങ്ങനെ ഒന്നും ഉണ്ടാവാന്നാ മതി. അതിപ്പോൾ ആകെ പേടി. ഇന്നത്തെ ഫുഡ് മാഗി, ബ്രെഡ് ഓംലെറ്റ് ആൻഡ് ഇന്നിവിടെ മിക്കവാറും ടെൻ്റ് അടിക്കും ഗൈസ്. അതാണ് അങ്ങനത്തെ പ്ലാൻ. ഓക്കെ.